ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി ഇപ്പൊ സ്കൂളിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പാഠഭാഗങ്ങളിൽ ഒന്നാണ് അല്ലെ. അപ്പൊ ടീച്ചർ പേടിപ്പിക്കുകയല്ല, ആ ജാഗ്രതയോടുകൂടെ നമ്മൾ ഈ ഒരു പാഠഭാഗത്തെ കാണേണ്ടതുണ്ട്. കാരണം 5 മാർക്കിന്റെയും 7 മാർക്കിന്റെയും ഒക്കെ ഒരുപാട് സാധ്യതയുള്ള ചോദ്യങ്ങൾ വരാനുള്ള ഒരു പാഠഭാഗമാണ്. ഓക്കെ, അപ്പൊ അത്രമേൽ പ്രാധാന്യത്തോടു കൂടെ വേണം നമ്മൾ ഈ ഒരു പാഠഭാഗം പഠിച്ചു തുടങ്ങാൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന് പറയുന്ന ചാപ്റ്റർ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നതാടാ? ഇതൊരു നാടകമാണ്. നമ്മളുടെ ഈ ഒരു സിലബസിലെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് മാറി വന്ന സമയത്ത് നാടകങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു നാടക ഗാനം നമ്മൾ പഠിച്ചില്ലേ, ഗൽബിലെ നിലാവ് എന്ന് പറയുന്നത്. നമ്മുടെ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു നാടകമാണ്. ഇനി നമുക്ക് 3rd യൂണിറ്റിലും എന്ത് ചെയ്യാനുണ്ട്? ഒരു നാടകത്തിന്റെ അവതാരിക പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നാടകത്തിന് വളരെയധികം പ്രാധാന്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ നാടകം എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കണം. ഓക്കെ, അതിനു മുമ്പ് ഈ ചാപ്റ്റർ എന്താണ്, എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നാടകം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പൊ ചിത്രകാരി എന്ന കഥ മക്കൾ പഠിച്ചില്ലേ? ചിത്രകാരി എന്ന് പറയുന്ന കഥ പഠിച്ച സമയത്ത് ടീച്ചർമാര് മക്കൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതായത് അതിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ 7 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഉപന്യാസവും മുഖപ്രസംഗവും ഒക്കെ ഏത് രീതിയിലായിരിക്കും ചോദിക്കുക? സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അല്ലെ, സമകാലികമായിട്ടുള്ള സാഹചര്യത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പാഠഭാഗങ്ങളിലും എന്താണ് ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഉണ്ടാവും അല്ലെ. എന്നാൽ ഈ ഒരു പാഠഭാഗത്തില് ഒന്നിലധികം പ്രശ്നങ്ങളെ എന്താണ് നാടകം ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് പഠിക്കേണ്ടതുണ്ട്. 7 മാർക്കിന് മാത്രമല്ല, എന്താണ് 5 മാർക്കിന്റെ അല്ലെ ഷോർട്ട് എസ്സേ ചോദ്യങ്ങളും എന്താണ് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഒരു പക്ഷി കുഞ്ഞിന്റെ മരണം എന്ന് പറയുന്നത് എന്താണ്? ഒരു നാടകമാണ്. ഡോക്ടർ വയലാ വാസുദേവൻ പിള്ളയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു നാടകം എഴുതിയിട്ടുള്ളത്. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയമില്ലേ? നമുക്ക് മുമ്പെങ്ങോ കണ്ട് പരിചയമുണ്ടല്ലോ. ഇദ്ദേഹത്തിന്റെ ചില പാഠഭാഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ എവിടെയാ പഠിച്ചിട്ടുള്ളത്? എവിടെയാ പഠിച്ചത്? 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലെ. തേൻകനി എന്ന് പറയുന്നൊരു നാടകം നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇദ്ദേഹം തന്നെയാണ് അത് എഴുതിയിട്ടുള്ളത് അല്ലെ. പക്ഷെ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു നാടകമായിരുന്നു. പക്ഷെ ഇതെന്താണ്, കുറച്ചുകൂടെ ഡെപ്തുള്ള, ഇച്ചിരി ആഴവും പരപ്പും വിശാലമായി നമ്മൾ ചിന്തിക്കേണ്ടതൊക്കെ ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന് പറയുന്ന പാഠഭാഗം. ഓക്കെ, അപ്പോൾ കേരളത്തിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള നാടകകാരനാണ് ഡോക്ടർ വയലാ വാസുദേവൻ പിള്ള എന്ന് പറയുന്നത്. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടർ ആയിരുന്നു. സർവകലാശാലയുടെ കീഴിലുള്ള സെന്റർ ഫോർ പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സിന്റെ ഡയറക്ടർ ആയിരുന്നു. പാശ്ചാത്യ നാടക സങ്കല്പങ്ങളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്നതിൽ എന്താണ്, അദ്ദേഹം വളരെയധികം മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അല്ലെ. ഇങ്ങനെ ഒരുപാട് മേഖലയിൽ, നാടക മേഖലയിൽ തൻ്റെതായിട്ടുള്ള സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരാളായിരുന്നു ആര്? നമ്മുടെ ഡോക്ടർ വയലാ വാസുദേവൻ പിള്ള എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ്, ഒരുപാട് അല്ലെ നാടക കളരിയിലൂടെ സജീവമായിരുന്നു അദ്ദേഹം. 1984 അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ചുമതലയേറ്റിട്ടുള്ളത്. 1990 അദ്ദേഹം റോം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നാടക പഠനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ചെലവഴിച്ചു. പിന്നീട് തിരുവനന്തപുരത്ത് സുവർണരേഖ എന്ന പേരിൽ നാടക സംഘത്തിലൂടെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, 30ലധികം നാടകങ്ങളെ അല്ലെ അരങ്ങിലെത്തിച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാടകത്തിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ നമ്മുടെ വയലാ വാസുദേവൻ പിള്ള എന്ന് പറയുന്ന നാടകകാരൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു നാടകം അല്ലെ. ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന് പറയുന്ന നാടകത്തിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, എന്താണ് ഇതിലെ പ്രശ്നം അല്ലെ. ഇപ്പൊ ഒരു എസ്സേ ചോദ്യമൊക്കെ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഈ ഒരു പാഠഭാഗത്ത് നിന്ന് ചോദിക്കുക എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതുക, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതുക, എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ നാടകത്തിൽ പലതരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളെ നമ്മുടെ നാടകം ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കർഷകർ, ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന കർഷക സമൂഹം അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, നാടകം ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഫ്യൂഡലിസം ഒക്കെ പഠിച്ചു വന്നിട്ടുള്ളതാണ് മക്കൾക്ക് അറിയാം. അതായത് ഇവിടെ എന്താണ്, ജന്മിമാരുടെ കീഴിലായിരുന്നു ഭൂമി ഉണ്ടായിരുന്നത്. ആ ഭൂമിയിൽ പാട്ടത്തിനായിരുന്നു കർഷകർ ജോലി ചെയ്തത്. കർഷകർക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ചെയ്യുന്ന ജോലിക്ക് അവർക്ക് വേതനം പോലും ലഭിച്ചിരുന്നില്ല അല്ലെ. ഇങ്ങനെ എല്ലാ കാലത്തും അധ്വാനം മാത്രം ഉണ്ടായിരുന്ന, ആ അധ്വാനത്തിന്റെ ഫലമൊന്നും ലഭിക്കാതെ പോയിട്ടുള്ള ഒരു പറ്റം മനുഷ്യരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നാടകത്തിലൂടെ അല്ലെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതിലൊരുപാട് പക്ഷികളുണ്ട് നമ്മുടെ നാടകത്തിൽ അല്ലെ, പക്ഷി വേഷക്കാരുണ്ട്. അപ്പൊ ഈ പക്ഷികളൊക്കെ എന്താണ്, ഇതേപോലെ അരികുവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ പ്രതിനിധികളായിട്ടും അതേപോലെ മനുഷ്യേതര ജീവജാലങ്ങളുടെ പ്രതിനിധിയായിട്ടുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നാടകത്തിലെ പക്ഷികൾ വരുന്നത് കേട്ടോ. ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എന്താണെടാ, പാരിസ്ഥിതിക പ്രശ്നമാണ്.
നമുക്കറിയാം ആധുനിക മനുഷ്യൻ പ്രകൃതിയെ ഇങ്ങനെ അല്ലെ പരിസ്ഥിതിയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലെ. അതായത് നമ്മൾ വികസനത്തിന് വേണ്ടി എന്ത് ചെയ്യാണ്, എല്ലാം താറുമാറാക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ വിചാരം മനുഷ്യൻ മാത്രം മതി, നമുക്ക് ഈ നാട്ടിൽ എന്താണ് നമ്മൾ മാത്രമേ വേണ്ടുള്ളൂ അല്ലെ. നമുക്ക് എന്താണ് മനുഷ്യർ മാത്രം, മനുഷ്യന്റെ വികസനങ്ങൾ വേറെ ആരും വേണ്ട, പക്ഷികൾ വേണ്ട, പ്രകൃതി വേണ്ട, മരങ്ങൾ വേണ്ട, പുഴ വേണ്ട, കടൽ വേണ്ട, നമ്മൾ മാത്രം മതി എന്നാണ് നമ്മളുടെയൊക്കെ ഒരു വിചാരം. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇതെല്ലാം പരസ്പരം എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് അല്ലെ. പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യന് മാത്രം ജീവിക്കാൻ അല്ലെ, നമുക്ക് മാത്രം അങ്ങ് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല അല്ലെ. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ മനുഷ്യൻ എന്ത് ചെയ്യാണ്, പ്രകൃതിയെ എന്ത് ചെയ്യാണ്, ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണേ. ഉള്ള വയലുകളും മലകളും ഒക്കെ ഇടിച്ച് നിരപ്പാക്കി തൊട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ കണ്ടു ഭീകരമായിട്ടുള്ള ഒരു ദുരന്തം വയനാട് വന്നത് നമ്മൾ കണ്ടു. എന്താണ്, മണ്ണിടിച്ചിലാണ്, ഒരുപാട് മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അല്ലെ. ഇങ്ങനെ എന്താണ് അശാസ്ത്രീയമായിട്ടുള്ള വികസന സങ്കല്പങ്ങളിലൂടെ വികസനങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മൾ വരുത്തി വെക്കുന്ന വിനകളാണ്. ഈ വരുത്തി വെക്കുന്ന വിനകൾ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയും ഭീകരമായിരിക്കും എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ വയനാട്ടിൽ മറ്റൊരു ദുരന്തം കൂടെ നമ്മൾ കണ്ടു. ഈ മനോഹരമായിട്ടുള്ള കുന്നും മലയും ഒക്കെ എന്താണ് അവിടെ അങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണടാ? ശക്തമായിട്ടുള്ള വേരുകൾ കൊണ്ട് പല മരങ്ങളുമാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ അവിടെ നിലനിർത്തുന്നത്. ഈ മരങ്ങളൊക്കെ വേരോടെ മുറിച്ചു മാറ്റപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇങ്ങനെ ഉരുളുപൊട്ടലായിട്ടും മണ്ണിടിച്ചിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്, ഭീകരമായ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാടകം ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെടാ, വനനശീകരണമാണ് കേട്ടോ. വനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന കാഴ്ചയാണ്. ഈ മരങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ജീവശാസ്ത്രമായും നമുക്ക് തണലായും ഭക്ഷണമായും ഒക്കെ അല്ലെ. മഴ പെയ്യുന്നതൊക്കെ എന്തിന്റെ ഫലമായിട്ടാണ്, മരങ്ങൾ അതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ മനുഷ്യൻ എന്ത് ചെയ്യാണ്, ഇതൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാടകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്തായിരിക്കും, നമുക്ക് ഉപന്യാസമായിട്ടും മുഖപ്രസംഗമായിട്ടും ഒക്കെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ്. ഓക്കെ, അപ്പൊ ഈ നാടകം പ്രധാനമായിട്ടും പ്രകൃതിയുടെ അല്ലെ, പ്രകൃതി നശീകരണത്തിനെതിരെയുള്ള ഒരു താക്കീതായിട്ട് അല്ലെ, നമുക്ക് അതിനെ ഒരു ബോധവൽക്കരണം ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കാണാൻ പറ്റും. നമ്മളാണ് പുതിയ തലമുറയിലേക്ക് അല്ലെ, പുതിയ തലമുറയാണ് നമ്മളാണ് ഈ ലോകത്തെ എന്ത് ചെയ്യേണ്ടത്, നാളെ നിലനിർത്തേണ്ടത്. അപ്പൊ നമ്മൾ ആ തിരിച്ചറിവ് കൂടെയാണ് എന്ത് ചെയ്യേണ്ടത്, അത്തരം മൂല്യങ്ങൾ കൂടെയാണ് ഇങ്ങനെയുള്ള പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ അല്ലെ ആർജിച്ചെടുക്കേണ്ടത്. മലയാളം ഫസ്റ്റിൽ നിങ്ങൾ പഠിച്ചു, വികസനങ്ങളൊന്നും വേണ്ടെന്നല്ല, നമുക്ക് നല്ല റോഡ് വേണം, നല്ല ട്രെയിൻ അല്ലെ, എല്ലാ സൗകര്യങ്ങളും, യാത്രാ സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും നമുക്ക് ആവശ്യമാണ്. പക്ഷേ അത് പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ടായിരിക്കണം അല്ലെ, പ്രകൃതിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടല്ല, അതിനെ നിലനിർത്തിക്കൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ പറയുന്ന വികസനങ്ങളെയൊക്കെ എന്ത് ചെയ്യേണ്ടത്, സുസ്ഥിര വികസനത്തെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ പ്രകൃതിയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരും പ്രകൃതിയെ നിലനിർത്താൻ ശ്രമിക്കുന്നവരും തമ്മിലുള്ളൊരു എന്താ പറയാ സംഘർഷണം അല്ലെ ഇവിടെ കാണാൻ പറ്റുന്നു, നമ്മുടെ നാടകത്തിൽ കാണാൻ പറ്റുന്നു. അതേപോലെ അധികാരം അല്ലെ, അധികാരമോഹം, സ്വാർത്ഥത അല്ലെ, ഒക്കെയുള്ള ആധുനിക മനുഷ്യനെയും അല്ലെ, പ്രകൃതിയോട് ലയിച്ചു ചേർന്നിരിക്കുന്ന ആദിമ മനുഷ്യനെയും ഒക്കെ എന്താണ് ഈ നാടകത്തിലൂടെ നമുക്ക് അല്ലെ, അതിന്റെ ഉള്ളകങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ മനുഷ്യനെ എങ്ങനെയാണ് സ്വന്തം വർഗത്തെ തള്ളി പറയുന്നവനായി മാറുന്നത്, സ്വാർത്ഥതയ്ക്ക് വേണ്ടി വർഗവഞ്ചകനാവുന്നതെന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നാടകം നമ്മളോട് പറഞ്ഞു തരികയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കുഞ്ഞു നാടകത്തിലൂടെ അല്ലെ. അപ്പോൾ എന്താ പറയാ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ആ നാശത്തിനെതിരെയുള്ള ഒരു താക്കീതായിട്ട് വേണം നമ്മൾ ഈ ഒരു നാടകത്തെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് മൂല്യങ്ങൾ നമുക്ക് നേടിത്തരുന്ന ഒരു പാഠഭാഗം കൂടെയാണ്, ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വരുന്ന ഒരു പാഠഭാഗം കൂടെയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത്രയും കഥാപാത്രങ്ങളാണ് ഈ ഒരു നാടകത്തിലുള്ളത്. നോക്കൂ, പക്ഷിശാസ്ത്രകാരൻ, 11 പക്ഷികൾ, പാടത്തിന്റെ ഉടമ അല്ലെങ്കിൽ ആരാണ്, കൂട്ടം തെറ്റി പറന്നുപോയ പക്ഷി, ഇത്രയും കഥാപാത്രങ്ങളാണ് കേട്ടോ ഉള്ളത്. ഇതിൽ പക്ഷിശാസ്ത്രകാരൻ എന്ന് പറയുന്ന ആരാണ്, നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും വീടുകളിലും അല്ലെ ടൗണിലൊക്കെ നമ്മൾ കാണും, ഒരു പക്ഷിനെ ഒരു കൂടും ഒക്കെ ആയിട്ട് ഒരാളെ കാണാറില്ലേ. എന്നിട്ട് ആ പക്ഷിനെ പുറത്തെടുത്ത് കുറെ ഈ ചീട്ടുകൾ ഉണ്ടാവും, എന്നിട്ട് ഈ പക്ഷി അതിന് ഏതെങ്കിലുമൊക്കെ ഒരു കാർഡ് എടുക്കും, എന്നിട്ട് അത് നോക്കി അദ്ദേഹം നമ്മളുടെ ഭാവിയൊക്കെ പറയില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് പക്ഷിശാസ്ത്രക്കാരൻ എന്ന് പറയുന്നത്. അന്ധനായ ഒരു കഥാപാത്രമാണ് നമ്മുടെ ഈ ഒരു
നാടകത്തിലെ പക്ഷിശാസ്ത്രക്കാരൻ കേട്ടോ. അപ്പൊ അങ്ങനെ വളരെ രസകരമായിട്ട് എന്നാൽ വളരെ പ്രാധാന്യമുള്ള സാമൂഹ്യ വിഷയങ്ങളെ ചർച്ച ചെയ്യുന്ന ഒരു നാടകമാണ്. ഒരുപാട് ചോദ്യങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രകൃതി നാശത്തിനെതിരെയുള്ള ഒരു താക്കീത് അല്ലെങ്കിൽ ബോധവൽക്കരണമായിട്ട് കാണേണ്ട ഒരു നാടകമാണ്. മനുഷ്യനെ അല്ലെ പ്രകൃതിയെ സംരക്ഷിക്കുകയും അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ആളുകൾ തമ്മിലുള്ള ഒരു സംഘർഷമായിട്ട് നമുക്ക് നാടകത്തെ കാണാൻ പറ്റുന്നു. അതേപോലെ തന്നെ എന്താണ് കർഷകർ അനുഭവിക്കുന്ന പ്രശ്നത്തെ അല്ലെങ്കിൽ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗം അല്ലെ മനുഷ്യേതര ജീവികളും അല്ലെങ്കിൽ മനുഷ്യരും ഒക്കെ അനുഭവിക്കുന്ന പ്രശ്നത്തെ നാടകം ചർച്ച ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. വനനശീകരണം പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട അല്ലെ സങ്കീർണമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു നാടകം ചർച്ച ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക നമ്മളോട് ചോദിക്കുക. ഇത് കൂടാതെ പാഠപുസ്തകത്തിന്റെ ഉള്ളിൽ നിന്നും എന്ത് ചെയ്യും ഒരുപാട് പ്രയോഗങ്ങൾ, കുറെ ഉപകഥകൾ, പുരാണ കഥകൾ ഒക്കെ എന്താണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അതും കൂടെ എന്ത് ചെയ്യണം അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ എന്താണ് ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അപ്പൊ ഡോക്ടർ വയലാ വാസുദേവൻ പിള്ള എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു നാടകമാണ് ഏതെന്ന് പറയുന്നത് ഒരു പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന് പറയുന്ന നാടകം. ഓക്കെ, ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള പാഠഭാഗങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മലയാളം ഫസ്റ്റിലും എന്താണ് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്ത് കഴിഞ്ഞാലേ ടീച്ചർക്ക് ഏത് പാഠമാണ് ഇതേപോലെ കോണ്ടന്റ് വീഡിയോ ആയിട്ട് തരാൻ പറ്റുള്ളൂ എന്ന് അറിയുള്ളൂ. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യണം, എന്നിട്ട് ടീച്ചർ അത് ആ പാഠഭാഗങ്ങളൊക്കെ തരുന്നതായിരിക്കും. പിന്നെ ആപ്പുകളിൽ നമ്മുടെ അസ്ട്ര ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്യുക. ഈ പാഠഭാഗങ്ങളൊക്കെ നമ്മൾ ഓരോ ലൈനും ഓരോ വരിയും അല്ലെ ഓരോ വാക്കുകളും വിശദീകരിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള പാഠഭാഗമാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ടാണ്. അപ്പൊ ഇനി ആരെങ്കിലും ഒക്കെ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ വേഗം നമ്പറിൽ വിളിക്കുക, ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി വേണ്ട ചാപ്റ്റേഴ്സൊക്കെ മക്കൾ ഇവിടെ കമന്റ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓണപരീക്ഷ അടുത്തെത്തി പഠിച്ചു തുടങ്ങാം കേട്ടോ. ബൈ.